തൃശൂർ ജില്ലയിലെ പല റോഡുകളും ശോചനീയാവസ്ഥയിലാണ്. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ കുഴികൾ കാരണം മുഖ്യമന്ത്രി വഴിമാറി സഞ്ചരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ കുഴികൾ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കിരൺ കുമാർ ചേരുന്നു. കിരൺ, സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പ്രത്യേകിച്ച് മഴ പെയ്തതിന് ശേഷം അതീവ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ ആണ്. യാത്രാ ദുരിതം നാട്ടുകാർ അനുഭവിക്കുന്നു. അവർ പരാതി പറയുന്നുണ്ട്, പക്ഷേ കൃത്യമായ നടപടി ഉണ്ടാവുന്നില്ല. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ കുഴികൾ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിമാറി സഞ്ചരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. മുഖ്യമന്ത്രിക്ക് വഴിമാറി സഞ്ചരിക്കാം, പക്ഷേ നാട്ടുകാർക്ക് വഴിമാറി സഞ്ചരിക്കാൻ ആവില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത്, കിരൺ? അനിൽ നമ്പ്യാർ, കഴിഞ്ഞ ഏതാനും കുറേ വർഷങ്ങളായി തന്നെ ഈ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് ഇതേ അവസ്ഥയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എല്ലാ വർഷവും ഇത്തരത്തിൽ റോഡ് തകരുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യം തന്നെയാണ് ഈ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിനെ സംബന്ധിച്ച് ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഇതിലെ യാത്ര ചെയ്തിരുന്നത്. അതായത് അദ്ദേഹം കോഴിക്കോട് നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന സമയത്ത്, തൃശ്ശൂർ രാമനിലയത്തിലേക്ക് വരുന്ന സമയത്താണ് ഈ വഴി യാത്ര ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിലും പിന്നീട് റോഡിലെ ഈ കുഴികൾ കാരണം അദ്ദേഹത്തിൻ്റെ യാത്ര തന്നെ മാറ്റി നിശ്ചയിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ കുറ്റിപ്പുറം റോഡിലൂടെ പോകാനായിരുന്നെങ്കിൽ 24 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കുന്നംകുളത്ത് നിന്നും തൃശ്ശൂരിലെത്താൻ കഴിയുമായിരുന്നു. എന്നാൽ പിന്നീട് ഈ കുഴികൾ കാരണം വഴി മാറ്റി യാത്ര ചെയ്തതിനെ തുടർന്ന് ഏകദേശം 40 കിലോമീറ്റർ അധികമായി ചുറ്റിക്കൊണ്ട് വടക്കാഞ്ചേരി വഴിയാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്തിരുന്നത്. ഏതായാലും ആ സംഭവത്തിന് പിന്നാലെ തന്നെ വലിയൊരു വിമർശനമാണ് ഈ റോഡിനെ സംബന്ധിച്ച് ഉയർന്നിരുന്നത്. അതിനു മുമ്പെല്ലാം തന്നെ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നെങ്കിലും ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തികളിലേക്ക് കടക്കാനായിട്ട് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായിരുന്നില്ല. വലിയ വാഗ്ദാനങ്ങൾ പലപ്പോഴും പരാതി ഉന്നയിക്കുന്ന സമയത്ത് നൽകിയിരുന്നെങ്കിൽ പോലും ഈ വെറും വാഗ്ദാനങ്ങളായി മാത്രം അത് ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ മുഖ്യമന്ത്രി യാത്ര ചെയ്ത പിന്നീട് മുഖ്യമന്ത്രി തന്നെ വലിയ രീതിയിൽ പരിഹസിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ റോട്ടിൽ ചെറിയ രീതിയിൽ ഈ ചെറിയ മിറ്റലുകൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇപ്പോൾ ഈ കാണുന്ന ഈ മിറ്റലൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടതാണ്. ഈ കുഴികൾ താൽക്കാലികമായി അടക്കാനായിട്ടുള്ള ഒരു നടപടി ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളൊരു ചെറിയൊരു ആശ്വാസം മാത്രമാണ് ഇപ്പോഴുള്ളത്. എന്നിരുന്നാൽ പോലും റോഡിൻ്റെ അവസ്ഥ അത് ശോചനീയമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്ന് BJP-യുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നിരുന്നത്. ഇന്ന് ചൂണ്ടൽ പഞ്ചായത്തിലേക്ക് BJP പ്രതിഷേധിച്ചിരുന്നു. ഏതായാലും BJP പ്രവർത്തകരടക്കം ഈ സമയത്ത് ചേരുകയാണ്. എന്താണ് ചേട്ടാ നമ്മൾ ഈ റോഡിൻ്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ച്? റോഡിൻ്റെ വളരെ ശോചനീയ അവസ്ഥ തന്നെയാണത്. വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണത്. ബസ്സുകാർ വിദ്യാർത്ഥികളെ ഇറക്കി വിട്ടുകൊണ്ട് ബസ് കാര്യമായിട്ട് പോവുകയാണ്. ഇവിടെ നടന്ന് വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ. പെൺകുട്ടികളടക്കം 7 മണിക്കാണ് വിദ്യാർത്ഥികളടക്കം നമ്മളോട് വീട്ടിലേക്ക് എത്തുന്നത്. യാത്രക്കാരും വണ്ടി യാത്ര പുറപ്പെടാനോ വിദ്യാർത്ഥികളെ കയറ്റാനോ അവർ സമ്മതിക്കുന്നില്ല. വളരെ ശോചനീയമാണ്. 2 പേരും 3 പേരാണ് നമ്മുടെ അടുത്ത കാലത്തുള്ള ഈ റോഡുകളിൽ അവർ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത്. ആർക്കും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. വണ്ടിക്കാർക്ക് പോകാൻ പറ്റുന്നില്ല, വഴിയാത്രക്കാർക്ക് പറ്റില്ല, ബൈക്കുകൾക്ക് പോകാൻ പറ്റുന്നില്ല, ഒന്നിനും പോകാൻ പറ്റില്ല. അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ചുരുക്കം പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന പ്രദേശമാണ്. ഈ വഴിയിൽ കൂടെ ആയിരക്കണക്കിന് തീർത്ഥാടകരെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർക്ക് പോകാൻ കഴിയുന്നില്ല. അവർ വണ്ടി യാത്ര ചെയ്യാൻ പോലും കഴിയുന്നില്ല. അത്രയും ദുരിതമായിട്ട് പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പല ഘട്ടങ്ങളായി പഞ്ചായത്തിലേക്കോ ലോകസഭയിലേക്കോ അവർ ബഡ്ജറ്റ് പാസ്സാക്കുന്നു, ഇത്ര തുക നീക്കി വയ്ക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഇന്നേ വരെ ഒരു നയാ പൈസ പോലും ഈ വഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡുകളുടെ വികസനത്തിന് വേണ്ടി അവർ വിനിയോഗിക്കുന്നില്ല. ഇതിനെതിരെ പ്രക്ഷോഭങ്ങളുടെ പരമ്പര തന്നെയാണ് ഇന്ന് കേച്ചിരി ഭാഗത്ത് നടക്കുന്നത്. ഇന്ന് BJP-യുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമുണ്ടാവുമെന്ന് നമുക്ക് തോന്നില്ല. പൊതുമരാമത്ത് മന്ത്രി പുതുതായിട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വർക്കും ഈ കേരളത്തിൽ സംസ്ഥാനത്തുടനീളം നടക്കുന്നില്ല. അതിനെതിരെയുള്ള ശക്തമായിട്ട് പ്രക്ഷോഭങ്ങൾ തന്നെയാണ് ഇനി വരും നാളുകളിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ ഈ ചെറിയ റോഡുകളൊക്കെ ചെറിയ രീതിയിൽ മിറ്റലൊക്കെ കൊണ്ടുവന്നിട്ട് അടക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ മഴ പെയ്തപ്പോൾ വീണ്ടും കുഴിയാവുകയാണോ? ഇത് മഴക്കാലത്ത് മാത്രം ഈ കുഴി അടയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുഴി അടയില്ല. ഇന്ന് മഴയ്ക്ക് മുന്നോടിയായിട്ട് ഇവരിട്ട് കഴിഞ്ഞാൽ വൈകിട്ടോട് കൂടി അത് വീണ്ടും തുറക്കുന്നൊരവസ്ഥയാണത്. ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന കളി എന്താണെന്ന് വെച്ചാൽ കമ്മീഷൻ തന്നെയാണത്. ഈ ഫണ്ടിന് ഇപ്പോൾ ഇത്ര വിഹിതം ഇവിടുത്തെ നേതാക്കന്മാർക്കും സഖാക്കന്മാർക്കും കമ്മീഷൻ കിട്ടിയിട്ട് തന്നെയാണ് ഇവിടെ കുഴി അടയ്ക്കുന്നത്. ഈ കുഴി അടച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം, ഒരു മാസം പോലും ഒരാഴ്ച പോലും കുഴി അടച്ച് നിലനിൽക്കില്ല.
അപ്പോൾ ഇതെന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ്. ഇന്ന് 26-ാം തീയതി മുതൽ ബസ് ഉടമകൾ അവർ സമരം പ്രഖ്യാപിച്ചാണ്. ആ സമരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു തന്ത്രവിദ്യയാണ് ഇപ്പോൾ ഗവൺമെൻറ് കാണിച്ച കുഴി അടക്കില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത് വീണ്ടും കുഴി പൊന്തുമ്പോൾ സമരം ചെയ്യാൻ വീണ്ടും ജനങ്ങൾ വരുമ്പോൾ അവർ വീണ്ടും എന്തെങ്കിലുമൊക്കെ പൊടിക്കാൻ ചെയ്യും. ഇത് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കരുതുന്നത്. ഓക്കെ, ഏതായാലും അനിൽ നമ്പ്യാർ ഇവർ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് മുതൽ അനിശ്ചിതകാലത്തിലേക്ക് സമരത്തിലേക്ക് കടക്കുമെന്നായിരുന്നു നേരത്തെ ഈ സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചിരുന്നത്. അതായത് ഈ റോഡിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാത്തൊരു സാഹചര്യത്തിൽ സമരമല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളൊരു കാര്യം അവർ അറിയിച്ച് ഇന്ന് മുതൽ അനിശ്ചിതകാല സമരം എന്നുള്ളൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ കളക്ടറുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം നടക്കുകയും ആ യോഗത്തിൽ നൽകിയിട്ടുള്ളൊരു ഉറപ്പ് അടുത്ത മാസം 2-ാം തീയതിക്കുള്ളിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ബസ് ഉടമകൾ അവരുടെ സമരം അത് അല്പം മാറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. അടുത്ത മാസം 2-ാം തീയതിക്ക് ശേഷം മാത്രം ഇനി അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കൂ എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. ഈ ബസ് ഉടമകളുടെ സമരത്തിന് അത് അത്രയും ശക്തമായ ഒരു നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അല്പം ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ ചെറിയ രീതിയിൽ മെറ്റലുകളൊക്കെ ഇട്ടുകൊണ്ടുള്ള ഈ റോഡ് അതിലെ കുഴിയുടെ ഒരു ആഴം കുറക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തി എന്ന് മാത്രം പറയാൻ കഴിയുന്ന തരത്തിൽ ഈ പല സ്ഥലങ്ങളിലും മണ്ണിട്ട് മൂടുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിരവധി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇതുപോലുള്ള ചില ചെപ്പടി വിദ്യകളുമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുന്നില്ലല്ലോ. നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ കൂടിയാണ് PA മുഹമ്മദ് റിയാസാണ് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇദ്ദേഹം മന്ത്രിയായി ചാർജ് എടുത്ത സമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഇത്തരത്തിൽ കുഴിയടക്കൽ യജ്ഞത്തിന് നേതൃത്വം നൽകിയിരുന്നു. പിന്നെ അതൊക്കെ പോയി. പക്ഷേ യാത്രക്കാരുടെ, പ്രത്യേകിച്ച് നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിന് യാതൊരു തരത്തിലും അറുതി ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഞാനൊരു സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു വീഡിയോ ആണ് കണ്ടത്. ഈ ഒരു സ്ത്രീ പരാതി പറയുകയാണ്. അപ്പോൾ ആ സ്ഥലത്തുള്ള MP അവരോട് പറയുന്നത് ഇത് എൻ്റെ കീഴിൽ വരുന്നതല്ല, MP-യുടെ കീഴിൽ വരുന്നതല്ല, ഇത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പം ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി അതുവഴി പോകാതെ അദ്ദേഹത്തിൻ്റെ യാത്ര തിരിച്ചുവിട്ടു. അങ്ങനെയാണ് ഇത് വിവാദമായത്, ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്കിലും അടിയന്തരമായിട്ട് ഒരു നടപടിയിലേക്ക് പോകേണ്ടതിന് പകരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ചില ചെപ്പടി വിദ്യകൾ ഇറക്കുന്നു പൊതുമരാമത്ത് വകുപ്പ്. ഈ നാട്ടുകാരുടെ ഈ യാത്രാ ദുരിതത്തിന് ഇനി ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് ഏത് രീതിയിൽ ഇടപെടും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? അനിൽ നമ്പ്യാർ, ഏതായാലും ഈ സമയത്ത് ഈ നാട്ടുകാരെ ഏറ്റവും കൂടുതൽ ഇവിടെ ദുരിതം അനുഭവിക്കുന്നത് ഇവിടെയുള്ള ചെറിയ ഓട്ടോറിക്ഷ തൊഴിലാളികളും സ്ഥിരമായി തന്നെ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രൈവർമാരൊക്കെ തന്നെയാണ്. ഏതായാലും അങ്ങനെ ചില ആളുകൾ കൂടി ഈ സമയത്ത് നമുക്ക് പ്രതികരിക്കാനായിട്ട് ലഭിക്കുന്നുണ്ട്. ഏതായാലും അവരിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ചേട്ടാ, എങ്ങനെയാണ് ഇതിലൂടെ വാഹനം ഓടിച്ചു പോകുന്നുള്ള ഒരു സമയത്തുള്ളൊരു സാഹചര്യം എന്താണ്? ഇപ്പോൾ ഈ വഴിയുടെ പേരിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വഴിമാറി സഞ്ചരിച്ചത്. എന്താണ് നിങ്ങൾക്ക് വഴിമാറാൻ വേറെ വഴിയില്ല? വേറെ വഴിയൊന്നുമില്ല, ഈ വഴിയുള്ളൂ. ഒരുപാട് വർഷമായിട്ട് ഇതിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. 2 ദിവസം മുമ്പ് റോഡ് കുഴി അടച്ചു എന്ന് പറയുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ജനങ്ങളെ പൊട്ടന്മാരൊക്കെ അല്ലെങ്കിൽ വിദ്യകളാക്കുക എന്നുള്ളൊരു കണ്ടീഷനാണ് ഈ റോഡിനെ സംബന്ധിച്ചുള്ളത്. ഒരു വണ്ടി 15 വർഷം ടാക്സും സ്റ്റേറ്റ് സെൻട്രൽ ടാക്സൊക്കെ അടച്ചിട്ട് ഒരുപാട് കാശ് അടച്ചിട്ട് ഓരോരുത്തർ 40 ലക്ഷം 60 ലക്ഷത്തിൻ്റെ വണ്ടികളുണ്ടാ. ഈ റോഡിൻ്റെ അവസ്ഥ ജനങ്ങൾ എങ്ങനെ ഇതിൽ പോകുന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഓരോരുത്തർ ഓരോ കുഴിയിൽ വീണിട്ട് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ 1-2 ആൾ കുഴിയിൽ വീണ് ബൈക്ക് വന്നിട്ട് ഈ ജോലിക്ക് വരുന്ന ആൾക്കാർ കയ്യോടിയിലേക്ക് ഉണ്ടായി. ഭയങ്കര അവസ്ഥയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഈ ചൂണ്ടൽ തൊട്ട് മുണ്ടൂർ വരെ എത്താന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് എത്തിപ്പെടാൻ. എങ്ങനെയാണ് ഈ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ബ്ലോക്കൊക്കെ ഉണ്ടാവും. ഈ രാവിലെയും വൈകിട്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ അനുഭവപ്പെടുന്നത്. എങ്ങനെയാണ് മണിക്കൂറുകളോളം വഴിയിൽ കാത്തിരിക്കും? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ബ്ലോക്കാണ് വഴിയിൽ എപ്പോൾ നോക്കിയാലും. ശനിയാഴ്ച അല്ലെങ്കിൽ 2 ശനിയാഴ്ച ഒന്നും പറയാൻ വേണ്ട, വലിയൊരു സംഭവമാണ്. എങ്ങനെയൊക്കെ ഇതിനെ ഓടിച്ചു പോകുന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ ബസ്സുകാരുടെ കുത്തിക്കയറ്റം, അത് അതിലും വലിയേറെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുക. അനിൽ നമ്പ്യാർ, ഈ കുഴിയും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ മഴ അടുക്കുമ്പോഴുള്ളൊരു മറ്റു പ്രശ്നമാണ്. അത് ഈ കാൽനട യാത്രക്കാർക്കും വലിയ ദുരിതമായി മാറുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ
കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഈ നടന്നു പോകുന്ന ആളുകളുടെ ദേഹത്തേക്ക് വെള്ളം വീഴുകയും അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും തന്നെ മാറി ഒരു വശത്തേക്ക് പോലും മാറി നിൽക്കാൻ കഴിയാത്തതായിട്ടുള്ള വളരെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ. അത് കിലോമീറ്ററുകളോളം ഈ ദൂരം ഇങ്ങനെ തുടരുന്നു എന്നുള്ളൊരു കാര്യമാണ്. തൃശ്ശൂർ പുഴക്കൽ ഭാഗം തൊട്ട് കുന്നംകുളം വരെ ഈ റോഡിൻ്റെ അവസ്ഥ ഇതേ രീതിയിൽ തന്നെ ഇത്രയും ദയനീയമായിട്ട് തന്നെ തുടരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഈ മണിക്കൂറുകളോളം തന്നെ ആളുകൾക്ക് ക്യൂവിൽ ഈ ഗതാഗത തടസ്സം മൂലം ഇങ്ങനെ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഏതായാലും ഈ ഇത്രയും പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. എന്നിട്ട് പോലും ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അല്ല കിരൺ, ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് ശരിയാണ്. കാരണം ജനങ്ങളെ, നാട്ടുകാരെ വിഡ്ഢികളാക്കുന്ന, പൊട്ടന്മാരാക്കുന്ന ചില പരിപാടികളൊക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതുകൊണ്ട് നാട്ടുകാർ തൃപ്തിയടയുമെന്നാണ് അവർ കരുതുന്നത്. നോക്കൂ, ഇവിടെ കരാറുകാർക്ക് കൊടുക്കാനായി കോടികളുടെ കുടിശ്ശിക ഉണ്ട്, ബാക്കിയുണ്ട്. ഈ കരാറുകാർ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നില്ല. അതുമൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു പരാതി ഈ റോഡിൻ്റെ വർക്ക് ചെയ്യേണ്ട ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? കരാറുകാരൻ, ഈ റോഡിൻ്റെ പണി ഏറ്റെടുത്ത കരാറുകാരൻ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഫണ്ടിൻ്റെ അഭാവം, അവർക്ക് പണി ചെയ്യാൻ ആവുന്നില്ല, അവർക്ക് കിട്ടാൻ കുടിശ്ശിക ഉണ്ട്, അതുകൊണ്ട് പലപ്പോഴും മുടങ്ങുന്ന അവസ്ഥയും കണ്ടുവരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ റോഡിൻ്റെ കാര്യത്തിലും അങ്ങനെയുള്ളൊരു ആക്ഷേപം വല്ലതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അനിലം പേര് ഏതായാലും ഈ വഴിയെ വരുന്ന ചില ആളുകൾ കൂടി നമ്മളോട് ഈ സമയത്തൊന്ന് പ്രതികരിക്കുകയാണ്. അതിനുശേഷം ആ കാര്യങ്ങളിലേക്ക് കൂടി ഏതായാലും കടക്കാം. എങ്ങനെയാണ് ഏട്ടാ ഈ വരുന്ന ഇത്രം വന്ന സമയത്തുള്ളൊരു അനുഭവം? യാത്ര എങ്ങനെയാ രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടു. ആ കണ്ടീഷനാണ് ഇപ്പോഴത്തെ പോക്ക്. ഇപ്പോൾ ഞാൻ സ്ഥിരം പോണതാ, എനിക്ക് സപ്ലൈ ഉണ്ട്. പിന്നാലെ ഞാൻ 4 ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇറക്കത്ത് ഇവിടില്ലേ ഇവിടെ മഴവഞ്ചേരി ഇറങ്ങാം, ഒരു കുഴിയിലൊരു പെൺകുട്ടി കെട്ടിമറിഞ്ഞ് വീണു. ഞാൻ ബാക്കിൽ കണ്ണാട് നോക്കുമ്പോൾ അതിനെ പോയി രക്ഷപ്പെടുത്തി. അത് ജോലിക്ക് പോയത് ഹോസ്പിറ്റലിലേക്ക് പോയത് പാവം. എന്നിട്ട് അതിൻ്റെ കയ്യും കാലൊക്കെ പൊട്ടി. അതിൻ്റെ മുമ്പ് ഇവിടുത്തെ ഈ ഒരു പ്രസിഡന്റ് ആരാജായ വീണ്ടും കരിന്തോടെ ഉടഞ്ഞു. എന്താ ചെയ്യണേ? നമ്മുടെ ഒരു യോഗം എന്ന് പറയാം, അത്രേ ഉള്ളൂ. വഴി യാത്ര പൂർത്തിയാക്കാൻ പറ്റിയാൽ അത്രയും ഭാഗ്യം എന്നുള്ളതാണ്. ജസ്റ്റ് ഒക്കെ രക്ഷപ്പെട്ട് പോണ ദിവസം ഞാൻ സപ്ലൈക്ക് പോയിട്ടപ്പോൾ ആ കേച്ചേരിയൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ ഓട്ടോ അടച്ചു. അത്ര തന്നെ. യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ തിരിച്ചെത്തിങ്ങി എത്തി, അത്രേ ഉള്ളൂ. ഓക്കെ. അനിലം പേര് നേരത്തെ ഏതായാലും സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ മറ്റൊരു തടസ്സം എന്നുള്ളത് ഇതിൻ്റെ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ്. നേരത്തെ ഈ റോഡ് നിർമ്മാണം അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഈ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇവിടെ സ്ഥിരമായി നടത്തി വരുന്നത് എന്നുള്ളൊരു പ്രശ്നം വളരെ ഗുരുതരമാണ്. കാര്യം റോഡിൽ ചെറിയ രീതിയിൽ പണികൾ നടത്തി കഴിഞ്ഞാൽ വീണ്ടും കുഴികൾ രൂപപ്പെടുന്നതായിട്ടുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ അടുത്തൊരു മഴയിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ തന്നെ കുഴികൾ രൂപപ്പെടുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ളൊരു നിർമ്മാണ പ്രവൃത്തി അത് ഈ റോഡിൽ വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നൊരു ആവശ്യം. ഇങ്ങനെ ഈ അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തി വീണ്ടും കുഴികൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കരാറുകാർക്കും ഈ പണികൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം PWD അറിയിച്ചിരുന്നൊരു കാര്യം, 2 കരാറുകാർ ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി തയ്യാറായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പാണ് തരുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഈ പണികൾ ഒന്നിലേക്കും കടന്നിട്ടില്ല എന്നുള്ളൊരു ദയനീയമായ അവസ്ഥയുണ്ട്. ചേട്ടാ, ഏതായാലും ഈ റോഡിന്റെ നിർമ്മാണത്തിൽ ഒരു തടസ്സം കരാറുകാരാണ്. എന്താണ് ഈ കരാറുകാരൊന്നും മുന്നോട്ട് വരാത്തൊരു സാഹചര്യം? കരാറുകാർ മുന്നോട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കരാറിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് വളരെ ചെറിയ തുകയാണത്. ഈ ചെറിയ തുകയ്ക്ക് ടെൻഡർ ഏർപ്പെടുത്താൻ കരാറുകാർ തയ്യാറല്ല. എന്ന് മാത്രമല്ല, ഈ തുകയിൽ നിന്ന് ഇത്ര വിഹിതം ഇവിടുത്തെ ഗവൺമെന്റിനും അവരധികാരികൾക്കും പാർട്ടിക്കാർക്കും കൊടുക്കേണ്ട ഗതികേടാണ് ഒരു കരാറുകാർക്കുള്ളത്. അതുതന്നെയാണ് റോഡ് ശോചനീയാവസ്ഥയ്ക്കുള്ള ഇന്നത്തെ റോഡിൻ്റെ അവസ്ഥ ഇത്ര ഭീകരമാകാൻ കാരണം ഇത് തന്നെയാണത്. കമ്മീഷനാണ് ഇവിടെ ഗവൺമെൻറ് ആക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ 40% ആണെങ്കിൽ കേരളത്തിൻ്റെ കമ്മീഷൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ 60% മേലെയാണത്. അപ്പോൾ 40% മാത്രമേ ഈ കോൺട്രാക്ട് പണി ഇവർക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ആ ഫണ്ട് തന്നെ കിട്ടണമെങ്കിൽ വളരെ സമയം ഇവർക്ക് ചെലവഴിക്കണം. അപ്പോൾ ഫണ്ട് ശരിയാവണ്ണം ഇവിടെ ഗവൺമെൻറ് ഇവർക്ക് കൊടുക്കുന്നില്ല. കരാറുകാരൻ അതുകൊണ്ട് തന്നെ ശരിയാവണ്ണം ടാർ ഉപയോഗിക്കുന്നില്ല. ടാർ ഉപയോഗിക്കാത്ത ഒരു റോഡ് നേരാവണ്ണം നടക്കുന്നില്ല. പിന്നെ കാനകളുടെ പ്രവൃത്തി, കാനകളില്ലെന്ന് ഇന്ന് മഴുവഞ്ചേരി തൊട്ട് ചൂണൽ വരെയുള്ള കാനകളില്ല. കാനകളില്ലാതെ എങ്ങനെയാണ് വെള്ളം ഒഴുകി പോകുന്നത്? ഈ റോഡുകളിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കുഴികളും എല്ലാം ഉണ്ടാകുന്നത്. ഇത് ഗവൺമെൻറ് അറിയാഞ്ഞിട്ടില്ല, പഞ്ചായത്ത് അധികാരികൾക്ക് അറിയാനില്ല, MLAക്ക് അറിയാഞ്ഞിട്ടില്ല. പക്ഷേ
ഇവിടെ എല്ലാ വർഷവും റോഡ് പണി നടക്കണം, എല്ലാ വർഷവും കുഴി അടയ്ക്കലും നടക്കണം. ഇന്നേ മാത്രമേ അവർ ജീവിച്ചു പോകുള്ളൂ. അവർക്ക് ഇതൊരു സമ്പാദിക്കാവുന്ന മാർഗമായിട്ട് ഈ റോഡിനെ അവർ കൊണ്ടു നടക്കണം. വളരെ വ്യക്തമാണ് കിരൺ. എന്തായാലും ക്വാളിറ്റി ഇല്ലാത്ത റോഡുകൾ, ഗുണനിലവാരം ഇല്ലാത്ത റോഡുകൾ മാത്രമല്ല കമ്മീഷൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. വളരെ 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 ശരിയാണ്. കമ്മീഷൻ കൈപ്പറ്റുന്നു. അതുകൊണ്ട് തന്നെ ആ കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് ആ ഗുണനിലവാരത്തിൽ റോഡുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നില്ല, കാനകളില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. തൃശ്ശൂർ ജില്ലയിലെ പല റോഡുകളും ശോചനീയാവസ്ഥയിലാണ്. തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിലെ കുഴികൾ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിമാറി സഞ്ചരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. മുഖ്യമന്ത്രിക്ക് വഴിമാറി സഞ്ചരിക്കാം, അദ്ദേഹത്തിന് അകമ്പടി വാഹനങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ലക്ഷ്യസ്ഥാനത്ത് പെട്ടെന്ന് എത്താം. പക്ഷേ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കും എന്നുള്ളതാണ് ചോദ്യം.